ഇത് ഞങ്ങൾ പപ്പായുടെ ബർത്ത്ഡേ ഒക്ടോബർ 29 ആണ്. പക്ഷെ ഞങ്ങൾ പോരുന്നതിന് മുമ്പ് പപ്പായുടെ 75th ബർത്ത്ഡേ അതായത് ഞങ്ങളുടെ പിള്ളേരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ കൂടെ ആഘോഷിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ നിൽക്കുന്നതെല്ലാം ജോബീസിൻ്റെ ആൻറ്റിമാരാണ്. ഇവരെല്ലാം സന്തൂർ ഉപയോഗിക്കുന്നത് കേട്ടോ, അതുകൊണ്ട് ഇവരുടെ ചർമ്മം കണ്ടാൽ ആൻറ്റിമാരൊന്നും പറയത്തില്ല. അപ്പം ഞങ്ങളുടെ പപ്പായുടെ 75th ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഞങ്ങൾ ബലൂൺ ഒട്ടിച്ചപ്പോൾ തൊട്ട് 75 എന്നുള്ള ബലൂൺ ഒട്ടിച്ചപ്പോൾ തൊട്ട് അതിങ്ങനെ പറഞ്ഞു പോരും. അപ്പം ഞങ്ങൾ പറഞ്ഞു പപ്പ കേക്ക് കട്ട് ചെയ്യുമ്പം ഏത് ബലൂണാണോ താഴെ പോരുന്നത് അതാണിപ്പോൾ പപ്പായുടെ ബർത്ത്ഡേ ഏജ് അല്ലേ. അങ്ങനെ പപ്പ കേക്ക് കട്ട് ചെയ്തു. ഉണ്ടോ പപ്പ ഈ നമ്മൾ പറയത്തില്ലേ കെടാത്ത വിളക്കെന്ന് പറയുന്ന പോലെ പപ്പായുടെ ക്യാൻഡിൽ പോലും മാജിക്കൽ ക്യാൻഡിലായിരുന്നു. കത്തിച്ചിട്ട് കെടുത്താൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യാൻഡിൽ വളരെ കഷ്ടപ്പെട്ട് മാജിക്കൽ ക്യാൻഡിലൊക്കെ എടുത്തിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. ഞങ്ങളുടെ പിള്ളേരെല്ലാം അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും കൂടെ നീങ്ങുന്നു. ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഉണ്ട്, അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പപ്പായുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. അത് കഴിഞ്ഞ് ഇന്നലെ 29th പപ്പായുടെ പെങ്ങന്മാരുടെ കൂടെ വീണ്ടും ഒരു കേക്കൊക്കെ നാട്ടിൽ കട്ട് ചെയ്തു. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പപ്പ കേക്ക് കട്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ 7 താഴ്ചടിച്ചു. അപ്പോൾ പപ്പായുടെ ഏജ് 5 years old. 75 എന്നുള്ളത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് 5 years old ആയിട്ട്. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ച് കഴിച്ച് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ പപ്പായുടെ പപ്പായ്ക്ക് ഇനിയും ഒരുപാട് ആയുസ്സും ആരോഗ്യവും ഞങ്ങൾ നേടുകയാണ്. 75 വയസ്സ് വരെ പപ്പ നല്ല ആയുസ്സും ആരോഗ്യത്തോടെ ജീവിച്ചു. ഇനിയും ഒരുപാട് കാലം പപ്പ അങ്ങനെ ആയുസ്സും ആരോഗ്യത്തോടെ ജീവിക്കട്ടെ എന്ന് ഞങ്ങളെ മക്കളും കൊച്ചുമക്കളും എല്ലാം ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മേരിക്കുട്ടന് മമ്മിയുടെ ഡിഗ്രി ഇരിക്കുന്നുണ്ട്. മേരിക്കുട്ടനെ എടുക്കാൻ എന്തോരം ആൾക്കാരവിടെ. ഞങ്ങളെ പിള്ളേരെല്ലാം നല്ല അവരുടെ ആൻറ്റിമാരുടെയും ചേട്ടായും ചേച്ചിമാരുടെയൊക്കെ കൂടെ അടിച്ചു പൊളിച്ച് ഒരു ഈവനിങ് ഞങ്ങളോട് സ്പെൻഡ് ചെയ്തു. മൊത്തം കലപില കാശുവിലയാണ്. അങ്ങനെയാണ് ഞങ്ങൾ മൂവാറ്റുപുഴ ചെന്ന് കഴിഞ്ഞു. എല്ലാവരും അങ്ങോട്ടും വർത്താനവും പറഞ്ഞ് ബഹളവും വെച്ച് ഇങ്ങനെ സമയം അവിടെ സ്പെൻഡ് ചെയ്യും. മേരിക്കുട്ടൻ അമ്മച്ചിയോട് വർത്താനം പറയുന്ന കേട്ടത്. മേരിക്കുട്ടൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനോട് വർത്താനം പറയുന്നതാണ്. ഇപ്പം ഞങ്ങൾ മൂവാറ്റുപുഴ ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് അവിടുത്തെ മേളം. ഇനി അടുത്ത് നമ്മൾ ഇന്നലെ അതായത് 29th ഒക്ടോബറിൽ പപ്പ കേക്ക് കട്ട് ചെയ്യുന്നത് പപ്പായുടെ പെങ്ങന്മാരുടെ. പപ്പായ്ക്ക് 3 പെങ്ങന്മാരാണ്, അതിൽ 2 പെങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നു. പപ്പായുടെ മൂത്ത ചേട്ടൻ്റെ മോനും മമ്മിയും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് KFC ഒക്കെ കഴിച്ച് മമ്മി വട്ടയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അവരാഘോഷിക്കുന്ന കാണാം. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പാടി പപ്പായും പെങ്ങന്മാരും മമ്മിയും കുട്ടൻ ചേട്ടായും ഒക്കെ കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരുപാട് ദൈവാനുഗ്രഹമാണ്. പപ്പായെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഇനി ഒരുപാട് കാലം പപ്പ ഞങ്ങളുടെ കൂടെ ആയുസ്സും ആരോഗ്യത്തോടെ ദൈവം അനുഗ്രഹിച്ച് ഒരുപാട് കാലം ഞങ്ങളോട് ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പപ്പ ഒരുപാട് ഭാഗ്യവാനായതുകൊണ്ട് പപ്പായ്ക്ക് 75 വയസ്സ് വരെ നല്ല ആയുസ്സും ആരോഗ്യത്തോടെ ജീവിക്കാൻ ദൈവാനുഗ്രഹം കൊടുത്തത്. പപ്പ മമ്മിക്കും പെങ്ങന്മാർക്കൊക്കെ കേക്ക് കട്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ പപ്പായുടെ ബർത്ത്ഡേ 75ാമത്തെ ബർത്ത്ഡേ അടിപൊളിയായി പപ്പ ആഘോഷിച്ചു. See you in next video.